ഇടുക്കി പീരുമേട് സീറ്റിനായി കോൺഗ്രസിലും CPIയിലും സ്ഥാനാർത്ഥി മോഹികളുടെ നീണ്ട നിരയാണ്. CPIയിൽ സംസ്ഥാന ജില്ലാ നേതാക്കളും സീറ്റിനായി രംഗത്തുണ്ട്. മണ്ഡലം രൂപീകരിച്ചത് മുതൽ നടന്ന 13 തെരഞ്ഞെടുപ്പുകളിൽ 4 മാത്രമാണ് പീരുമേട് UDFനെ തുളച്ചിട്ടുള്ളത്. ഒരു മുന്നണിയുടെയും ഉറച്ചകോട്ടയെന്ന വിശേഷണം പീരുമേടിനില്ല. എങ്കിലും 2006 മുതൽ തുടർച്ചയായി CPIക്കാണ് ജയം. ഇടതു പാർട്ടികൾക്കൊപ്പം കോൺഗ്രസിനും ഉറച്ച സ്വാധീനമുള്ള മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും തോട്ടം തൊഴിലാളികളാണ്. വാഴൂർ സോമന് പകരക്കാരനായി ആരെ അവതരിപ്പിക്കുമെന്ന ആലോചനകളിലാണ് ഇടുക്കിയിലെ CPI നേതൃത്വം. തോട്ടം തൊഴിലാളി മേഖലകളിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന വാഴൂർ സോമന്റെ വിയോഗവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കുമുണ്ടായ കനത്ത തിരിച്ചടിയും അതിജീവിച്ച് മണ്ഡലം നിലനിർത്തുക എന്ന ദൗത്യമാണ് CPIക്കുള്ളത്. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, സംസ്ഥാന സമിതി അംഗം ജോസ് ഫിലിപ്പ്, 4 തവണ പീരുമേട്ടിൽ വിജയിച്ച ES ബിജിമോൾ എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത്. ഇതിനിടെ വാഴൂർ സോമന്റെ മക്കളായ സോബിൻ സോമനെയോ സോബിത് സോമനെയോ രംഗത്തിറക്കണമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. അതേസമയം കോൺഗ്രസിലെ ഒരു പിടി നേതാക്കളും പീരുമേട് സീറ്റിനായി രംഗത്തുണ്ട്. കഴിഞ്ഞ 2 തവണ സ്ഥാനാർത്ഥിയായ സിറീഖ് തോമസ്, KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ, DCC അധ്യക്ഷൻ CP മാത്യു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടോണി തോമസ് എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ സജീവമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റമാണ് നേതാക്കളെ പീരുമേട്ടിലേക്ക് അടുപ്പിക്കുന്നത്. നേതാക്കളെല്ലാം മുന്നണിയിൽ പിന്തുണ ഉറപ്പാക്കാനുള്ള അണിയറ നീക്കങ്ങളിലുമാണ്. തോട്ടം മേഖലയിലെ അരക്ഷിതാവസ്ഥയിലാണ് 2 പാർട്ടികളുടെയും ഊന്നൽ. അത്രമാത്രം പ്രതിസന്ധിയിലാണ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും. വരും ദിവസങ്ങളിൽ പീരുമേട് സീറ്റ് കോൺഗ്രസിലും CPIയിലും കീറാമുട്ടിയാകുമെന്നുറപ്പ്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.